അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒന്നിനെ ബന്ധുവാണെന്ന പേരിൽ തലയിലെടുത്ത് വെക്കേണ്ട ഗതികേടൊന്നും നിനക്കില്ല ബി. അച്ഛൻ സമ്മതിക്കില്ലമ്മേ. ശാരിയെ തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധം പിടിക്കും. ശാലുവിനെ വിവാഹം ചെയ്യാൻ സമ്മതമാണെന്ന് നീ പറയേ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശാരിയെ ഈ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരാൻ ആരും സ്വപ്നം കാണണ്ട. ഇനി നിനക്കങ്ങനെ വല്ല ആഗ്രഹവും ഉണ്ടോ? ഏത്? ആ പെണ്ണിനെയോ? എൻ്റെ തലയ്ക്ക് ഓളമല്ലേ അതിന്. ചേച്ചിയെ പെണ്ണ് കാണാൻ ഇന്ന് ഒരു കൂട്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് നീ അമ്മാവൻ്റെ വീട്ടിൽ പോയിരുന്നോ? മുത്തശ്ശി ശാരിയോട് പറഞ്ഞു. അമ്മേ, ശാരി എവിടെയും പോകുന്നില്ല. ശാരിയുടെ അമ്മ മുത്തശ്ശിയെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മോന് വേണ്ടാഞ്ഞിട്ടും നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ശാന്തിയെയും ശാലുമോളെയും ഓർത്തിട്ട് മാത്രമാണ്. ഇവളുടെ കല്യാണം ഏതായാലും നടക്കുമോ എന്ന് അറിയില്ല. എൻ്റെ പിള്ളേരുടെയെങ്കിലും ഒന്ന് നടക്കട്ടെ. മുത്തശ്ശി ആകെ ദേഷ്യത്തിൽ പറഞ്ഞു. ശാരിയും അമ്മയുടെ മകൻ്റെ മകൾ തന്നെയല്ലേ. എൻ്റെ മോളെ ഇങ്ങനെ അകറ്റി നിർത്താൻ മാത്രം എന്ത് തെറ്റാണ് അവൾ നിങ്ങളോടൊക്കെ ചെയ്തത്? നീയും അവളും കാരണമാണ് എൻ്റെ ശരത്ത് ഈ നാട് തന്നെ ഉപേക്ഷിച്ചു പോയത്. ശാന്തിയെ ഇന്ന് കാണാനെത്തുന്ന കൂട്ടർ ഈ നാശത്തിൻ്റെ പേരിൽ എങ്ങാനും ഒഴിഞ്ഞു പോയാൽ. തീരെ മനസ്സാക്ഷി ഇല്ലാത്ത സ്വഭാവമായിരുന്നു മുത്തശ്ശിയുടെ. അത് ശാരിയയ്ക്കും നന്നായിട്ടറിയാം. ഒരു സങ്കടവും അവൾക്ക് തോന്നിയതുമില്ല. അവളുടെ അച്ഛൻ മറ്റൊരു സ്ത്രീയോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു താമസം. അവൾ അമ്മയൊന്ന് നോക്കി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഇരിക്കാൻ അവൾ അമ്മയെ നോക്കി ചിരിച്ചു. വഴക്ക് വേണ്ടമ്മേ. ഇനി എൻ്റെ പേരിൽ ചേച്ചിയുടെ കല്യാണം മാറിപ്പോയാൽ അതെനിക്ക് സഹിക്കില്ല. ഞാൻ പുറത്ത് പൊയ്ക്കോട്ടെ? അവൾ അനുവാദം ചോദിച്ചു. നിനക്ക് വിഷമമായല്ലേ മോളെ? ഇല്ല. അവൾ ഒരു വിഷമവും മുഖത്ത് കാണിച്ചില്ല. ശരിക്കും അവൾക്ക് വിഷമം ആയില്ലെന്ന് തന്നെ പറയാം. ശാരിക പതിയെ വീടിൻ്റെ പുറത്തേക്ക് നടന്നു. അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. അമ്മ കരഞ്ഞുകൊണ്ട് അവൾ നടന്നു പോകുന്നത് നോക്കി നിന്നു. നീ ഇവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. അവരിപ്പോൾ ഇങ്ങ് വരും, മുത്തശ്ശി വഴക്കായി പറഞ്ഞു. നിങ്ങൾക്ക് തീരെ മനസ്സാക്ഷിയില്ലേ? എങ്ങനെ ഇത്ര ക്രൂരമായി സംസാരിക്കാൻ കഴിയുന്നു? എടീ, ഒരെണ്ണം ഇങ്ങനെയായി. ബാക്കിയുള്ളതുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണം നീ നോക്കാൻ. അമ്മയ്ക്ക് എൻ്റെ ശാരിയെ ശരിക്കും ഇഷ്ടമാണോ? ഒരു തരി സ്നേഹമെങ്കിലും. എനിക്ക് വലുത് എൻ്റെ ശാലുവും ശാന്തിയുമാണ്, അവർ ഒരു സംശയവും കൂടാതെ പറഞ്ഞു. അവരെ ഓരോന്ന് പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കും, ഉറപ്പാണ്. ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. ശാരികയുടെ ചിന്ത മുഴുവൻ വീട്ടിലെ കാര്യമായിരുന്നു. ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. രാവിലെ തന്നെ അവൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ചു. പതിയെ അവൾ റോഡ് അരികിലൂടെ നടന്നു. നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക്. വഴിയുടെ ഒരു അരികിൽ മഹിയും കൂട്ടരും തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കാണുന്നത് തന്നെ അവൾക്ക് പേടിയായിരുന്നു. ഓരോന്ന് പറഞ്ഞ് കളിയാക്കൽ തുടങ്ങും. ഇവർക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? അവൾ മനസ്സിൽ ചിന്തിച്ചു. ദൂരെ നിന്നും അവൾ വരുന്നത് മഹി കണ്ടു. എടാ, അങ്ങോട്ട് നോക്കിക്കേ, ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് കിട്ടി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാവം, അതിനെ ഒന്നും പറയണ്ടടാ, കൂട്ടത്തിൽ ഇത്തിരി മനുഷ്യപ്പറ്റുള്ള ആരോ പറഞ്ഞു. അവളിന്നെങ്ങാനും ഇങ്ങോട്ട് വരുമോ? ഒരാൾ അതും പറഞ്ഞ് ചിരിച്ചു. കൂടെ ബാക്കിയുള്ളവരും. അവളെ നോക്കിയുള്ള കളിയാക്കലാണെന്ന് ശാരിയയ്ക്ക് നന്നായി മനസ്സിലായി. പതിയെ നടന്ന് അവൾ അവരുടെ മുൻപിലെത്തി. വേഗം എത്തിയല്ലോ, മഹി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അവരെ ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നു. പിടിക്കണോ? എടുക്കണോ? പിന്നെ പൊട്ടിച്ചിരി. മഹിയും പിന്നെ വേറൊരുത്തനും ബൈക്കിൽ നിന്നും ഇറങ്ങി അവളുടെ പിന്നാലെ ചെന്നു. എടാ, വേണ്ടടാ, ബാക്കി കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു. എവിടെ കേൾക്കാൻ? ഇത്ര സ്പീഡിൽ പോകാതെ ശാരികെ, മഹി കളിയാക്കൽ തുടർന്നു. അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. വേഗത്തിൽ നടക്കാൻ അവൾ ശ്രമിച്ചു. കാലിനു നല്ല വേദന അനുഭവപ്പെട്ടു. എടുക്കണോ? കൂടെയുള്ളവൻ അവളുടെ അടുത്ത് ചേർന്ന് ചെന്നു. ശാരി ശരിക്കും പേടിച്ചു. ഒരു വശത്തേക്ക് മാറാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് ബാലൻസ് കിട്ടിയില്ല. അയ്യോ, വീണോ? മഹി അവളുടെ അടുത്ത് ചെന്നു. മഴക്കാലമായതുകൊണ്ട് റോഡ് മുഴുവൻ അഴുക്കായിരുന്നു. അവൾ ചെന്ന് വീണ സ്ഥലത്ത് ആവോളം ചെളിയുണ്ടായിരുന്നു. ശാരികയുടെ വസ്ത്രം മുഴുവൻ അഴുക്കായി. ഒരു കാറിൻ്റെ ഹോണടി. എടാ, ആരോ വരുന്നുണ്ട്, കൂട്ടുകാരൻ മഹിയോട് പറഞ്ഞു. വേഗം വാടാ. മഹി അവിടെ നിന്നും ഓടി.